അവൻ നിലവിളിക്കുകയാണ്, അയ്യോ എന്റെ ഗ്രീക്ക് ലാംഗ്വേജ്, ഹീബ്രു ലാംഗ്വേജ്, ബനാമെ ഗോത്രം, എന്റെ എബ്രായ ജാതി എന്നെ രക്ഷിക്കുമോ? ഹല്ലേലൂയ. രക്ഷിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം യേശു പിടിച്ച ഒരു പണത്തിനും ഒരു സമ്പത്തിനും ഇന്ന് ഹല്ലേലൂയ ഏറ്റവും ബാങ്കിൽ ഹല്ലേലൂയ ബാലൻസ് കിടക്കുന്ന പണത്തിനും ആമേൻ ഹല്ലേലൂയ നശിക്കുവാൻ കഴിയത്തില്ല. അവിടെ കിടന്നുകൊണ്ട് പൗലോസ് നിലവിളിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ അനന്യാസിന്റെ ശിഷ്യനിലൂടെ പൗലോസ് ശൗൽ എന്ന ആ പൗലോസിലേക്ക് ഒരു മാനസാന്തരം വരുവാൻ തക്കവണ്ണം യേശു അനന്യാസിന്റെ ശിഷ്യനെ പറഞ്ഞിരിക്കുകയാണ്. ആമേൻ. അനന്യാസ് പ്രാർത്ഥിച്ച് കരം വയ്ക്കുമ്പോൾ അവിടെ പൗലോസിന്റെ ഹല്ലേലൂയ അത്തിമരം എന്ന മൂടുപടം അഴിഞ്ഞു വീണിട്ട് പൗലോസ് അവിടെ വെളിച്ചം കാണുകയാണ്. ഇന്ന് രാത്രികാലം ദേശത്തെ വ്യാപരിക്കപ്പെടുന്ന അന്ധകാര ശത്രു തിമരങ്ങള്, മന്ത്രവാദത്തിന്റെ തിമരങ്ങള്, ആഭിചാരത്തിന്റെ തിമരങ്ങള് തലമുറയെ പിടിച്ചു വെച്ചിരിക്കുമ്പോ, കുടുംബത്തെ പിടിച്ചു വെച്ചിരിക്കുമ്പോ യേശുവിന്റെ നാമത്തിൽ ആ തിമരമല്ല, തിമരമെന്ന അന്ധകാര ശക്തിയെല്ലാം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. സ്തോത്രം ഹല്ലേലൂയ. ശൗലിൽ നിന്ന് പൗലോസിലേക്ക്